ഹലോ ഗായ്സ്, അതെ ഞാനൊരു പുതിയൊരു വീഡിയോയുമായിട്ട് വന്നേക്കാണ്. ഇന്ന് എന്താ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞങ്ങളെ കടയിൽ ഇന്നലെ ഒരു ചക്ക കൊണ്ടുവന്നു. അപ്പോൾ ഇന്നലെ ഒരു ചക്ക കൊണ്ടുവന്നു. അപ്പോൾ ചക്ക എന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര പ്രിയമായിട്ടുള്ളൊരു സാധനമാണ് ചക്ക. അപ്പോൾ അത് കൊണ്ടുവന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കണം, അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്നലെ ലൈവിൽ ആൾ പറഞ്ഞു നമുക്ക് ഇന്ന് ചക്ക ഒക്കെ മുറിച്ച് സെറ്റ് ചെയ്ത് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചക്ക മുറിക്കണതൊക്കെ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ഈ ചക്ക പഴുത്തതാണോ പച്ചയാണോ പറയാം. ഈ ചക്ക പഴുത്തതാണോ പച്ചയാണോ എന്ന് പറയുന്നുണ്ട് ഗായ്സ്. വെട്ടോത്തിയാണ്ടാണ് മുറിക്കുക. അപ്പോൾ കഷ്ടപ്പാട് വെച്ചിട്ട് കത്തി കൊണ്ടാണ് മുറിക്കണ ആള്. കൈമത്തിരി ഇത് പറ്റായിരുന്നില്ലേ ഗൈസ്? നിങ്ങൾ പറയൂ, ഇത് പഴുത്തതാണോ പച്ചയാണോ പറയൂ ഗൈസ്. ഇത് പഴുത്ത ചക്കയാണോ പച്ച ചക്കയാണോ പറയൂ ഗൈസ്. പറയൂ, ഇത് പച്ചയാണോ പഴുത്തതാണോ പറയൂ ഗൈസ്. നോക്കൂ ഗൈസ്, പഴുത്ത ചക്കയാണ്. ഇത് ഞാൻ എന്നത്തെയും പോലെ ഞങ്ങൾ കുറെ ഉപ്പേരി വെക്കണം, എലിശ്ശേരി വെക്കണം എന്നൊക്കെ വിചാരിച്ച ചക്കയാണ് പഴുത്തിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പി. ഇന്ന് ചക്ക കൊണ്ട് ഞങ്ങള് ചക്ക ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. വല്ലാണ്ട് പാകമായിട്ടില്ല അല്ലേ, വറക്കാനും പറ്റില്ല. പക്ഷെ മോള് വന്നിട്ടുണ്ട്. മോള് വന്നിട്ട് ചക്കയൊക്കെ കഴിച്ചു. ചക്ക നിങ്ങൾക്ക് വേണോ ചക്ക? അപ്പോൾ നിങ്ങൾക്ക് വേണ്ട. അപ്പം മോൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. മോൻ വേണമെന്ന് പറഞ്ഞിട്ട് മോന് കൊടുത്തു. അപ്പം എൻ്റെ ചക്ക അവന് പോയി. എനിക്കുള്ളത് വേറെ തന്നെ ഇടാ. ഞാൻ ഇത് എങ്ങനെയുണ്ടെന്നും പറയാട്ടാ. വല്ലാണ്ട് പാകമായിട്ടില്ല, എന്നാലും കഴിയടാ. സൂപ്പർ ചക്ക. ഇനി ഇതൊന്നും ചെയ്യാൻ പോണം പ്രമേ? എന്നിട്ട് ചെയ്യാൻ പോണേ? ചക്ക പൊരിക്കലേ? നമുക്ക് പിന്നെ കഴിഞ്ഞ ആഴ്ച ഡോക്ടർ പഴുത്ത ചക്ക കൊടുത്തിട്ടുണ്ടാകും കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്ക കിട്ടണ്ട. ഞാൻ തെണ്ണി പറിച്ചപ്പോൾ ഡോക്ടർ എനിക്ക് ചക്ക കൊടുക്കണം. അപ്പം അത് ഞങ്ങൾ കഴിച്ചു. ഇപ്പോൾ ചക്ക 100 രൂപ കേട്ടോ. നിങ്ങളുടെ അവിടെ നല്ല വില ഉണ്ടോ ചക്കയ്ക്ക്? ഓ, ചക്ക നല്ല ഇത് ഇത്രയ്ക്കുള്ളൂട്ടോ. ഈ ഇത്രയും ചക്കയ്ക്ക് ഒരു 100 രൂപ. പക്ഷെ ഇത് 100 രൂപയ്ക്ക് ഞങ്ങൾക്ക് ഇവിടേക്ക് വരുന്ന ചേട്ടൻ തന്നതാട്ടോ. കടയ്ക്ക് വരുന്ന ചേട്ടൻ തന്നതാണേ. ഇതിന്റെ വില 250 രൂപയ്ക്കാണ് മേടിക്കാം. ചക്ക ഇപ്പൊ ഇല്ലേ ഒരു 200-250 രൂപയ്ക്കാണ് ചക്ക പറഞ്ഞത്. 300 രൂപയ്ക്ക് തോന്നിയ വിലയാ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക ആവശ്യക്കാരനായിട്ട് വരാണെങ്കിൽ അവർക്ക് നല്ല വില കൊടുക്കണം. എന്റെ വീട് കുന്നോളത്താണ്. കുന്നോളത്ത് ഇഷ്ടം പോലെ ചക്ക മാങ്ങിട്ടാ. അവിടെ ഒന്നും പൈസക്ക് ഞങ്ങള് ചക്ക കൊടുക്കൂല. ഞങ്ങളുടെ വീട്ടില് എല്ലാ ചക്കയുണ്ട്. അല്ല, ആദ്യമൊക്കെ ചക്ക ഫ്രീ ആയിരുന്നു. ആ പറമ്പില് ചക്ക ഇങ്ങനെ വീണ് നശിച്ചു പോയിട്ടേ ഇങ്ങനെ ഇതൊക്കെ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് വെറുതെ കൊടുക്കും. പക്ഷെ ഇപ്പൊ ഭയങ്കര ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ മാതിരി ഡിമാൻഡുള്ളൊരു ഐറ്റം ചക്ക. അതേപോലെ നാളികേരത്തിന് ഇവിടെ 85-80 നാളികേരത്തിന് വില കേട്ടോ. എല്ലാ സാധനങ്ങൾക്കും നല്ല വില. അയ്യോ, ഒരു രക്ഷയില്ല വില എന്ന് പറഞ്ഞാൽ. എൻ്റെ പൊന്നോ, ഞങ്ങളുടെ ഇവിടെ ഒക്കെ ചക്ക വെറുതെ കൊടുക്കുക. ചക്ക മാങ്ങൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക. ഫ്രീ ആയിട്ട് നല്ല വെറുതെ കൊടുക്കും. ഞങ്ങളുടെ അവിടെ ഒന്നും പൈസക്ക് സാധനങ്ങളെ കൊടുക്കില്ല. കുന്നോളത്താട്ടാ. ഇങ്ങനെ ഒരാളിങ്ങനെ ചക്ക ചുള പറിക്കണ നോക്കിയിരിക്കണ്ട ഒരാള്. എല്ലാവർക്കും ചക്ക ഇഷ്ടമാണ്. പക്ഷെ ഏറ്റവും ചക്ക കൊതിയെത്തി ആളാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെ എല്ലാവിധ ഫലങ്ങളും ഉണ്ട്. ചക്ക, മാങ്ങ, അയിനിച്ചക്ക, ആന്തച്ചക്ക, അങ്ങനെ എല്ലാതും ഉണ്ട്. ഞാവൽപ്പഴമൊക്കെ ഞങ്ങളുടെ അവിടെ ഒന്നും പൈസക്കല്ല കേട്ടോ. എല്ലാതും ഫ്രീയാണ്.
എല്ലാ സാധനങ്ങളും ഇവിടെ ഞാവൽപ്പഴത്തിന് 400 രൂപയാണ് ഗൈസ്. 400 രൂപയാണ് കിലോന് ഞാവൽപ്പഴത്തിന് വില വരുന്നത്. 400 രൂപ ഞാവൽപ്പഴത്തിൻ്റെ വില. 400 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു എമൗണ്ടായി. ഇത് നമുക്ക് സാധാരണക്കാർക്ക് 100 ഗ്രാമിനൊക്കെ 40 രൂപയൊക്കെ വാങ്ങിക്കും. ഒരു 100 ഗ്രാം 200 ഗ്രാമൊക്കെ കഴിക്കാനേ പറ്റുള്ളൂ. ആദ്യമൊക്കെ ഈ ഞാവൽപ്പഴം എന്നൊക്കെ പറയണത് വെറുതെ കിടന്ന് ഈ പുഴുവൊക്കെ വന്നിട്ടേ എന്താ പറയുക, തോട്ടിലും അവിടെ ഇവിടെയൊക്കെ വെറുതെ നാശമായി കിടക്കുന്ന സാധനങ്ങളാണ്. മഴ പെയ്ത കംപ്ലീറ്റ് പുഴുവും. പക്ഷെ ഇപ്പൊക്കെ എന്താണെന്നറിയില്ല കേട്ടോ, നല്ല പുഴുക്കളൊന്നും കാണാനില്ല. പക്ഷെ നല്ല വലുപ്പുണ്ട്, ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. മരുന്നടിക്കണ കാരണം കൊണ്ടാന്നൊക്കെ പറയണ അവള്. അപ്പോൾ എനിക്കറിയില്ല. പക്ഷെ ആദ്യമൊക്കെ ഞാവൽപ്പഴം കണ്ട അവള് പറയും വാങ്ങിക്കണ്ടട്ടാ, അതിൽ പുഴുണ്ടാവും എന്ന് പറയും. പക്ഷെ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഇതവിടെ ഒരു വണ്ടി പോയപ്പോൾ വാങ്ങിച്ചു. അപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ അത് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ പുഴുവൊന്നും കണ്ടില്ല. മരുന്നടിക്കണ കാരണമുണ്ടേ, വിഷടിക്കണ കാരണം കൊണ്ടാ തോന്നുന്നുണ്ട്. ഇതിലിപ്പോ പുഴുവൊന്നുമില്ല. മറ്റത് മഴ പെയ്ത് കഴിഞ്ഞിട്ട് ചപ്പ ഞാവൽപ്പഴത്തിൽ പുഴു വരും. അപ്പൊ ഈ പുഴുള്ള കാരണമാണ് ഈ ഞാവൽപ്പഴം വാങ്ങിക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നത്. പക്ഷെ ഇപ്പൊക്കെ വലിയ വലിയ ഞാവൽപ്പഴം നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇത് ചോള പൊളിച്ച് ഞങ്ങൾ പൊരിക്കാനുള്ള പൊരിക്കും. അതിൽ വല്ലാണ്ട് ചൗണി കുറവാട്ടോ, നല്ല ചോളയൊക്കെ ഉണ്ട് ചാക്കിക്ക്. ഈ ഞാവൽപ്പഴത്തിൽ ഉപ്പിട്ടിട്ട് നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം, അതിൽ പുഴുക്കൾ വരുന്നത് കാണാൻ പറ്റും. അത് മഴ പെയ്തതിന് ശേഷം ഇട്ടാ, മഴയ്ക്ക് മുന്നൊന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വലിയതൊന്നും കാണാനില്ല. ഞങ്ങൾ മിഞ്ഞാന്ന് കഴിച്ചു, ഒരു കുഴപ്പമൊന്നും കണ്ടില്ല. ഇവിടെ ഇന്നിപ്പോൾ മഴ ഇത്തിരി കുറവുണ്ട് കേട്ടോ. മഴയ്ക്കൊക്കെ ഭയങ്കര കുറവുണ്ട്. ഇതൊക്കെ ചെയ്യണത് ഈ കടയിൽ ഇരുന്നിട്ടാണ് കേട്ടോ. എന്തോ പ്ലേറ്റ് എടുത്തിട്ടോ. അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ എപ്പോഴും നോക്കിയിരിക്കില്ല കേട്ടോ അവൻ്റെ പണി. ഒരു പിന്നെ സൈലൻ്റാ ആള്, ഇങ്ങനെ ഇരുന്നോളൂ, ഒരു പണിയും ചെയ്യില്ല. എന്താന്ന് എന്തിട്ടോ അവള് നിന്നപ്പോ ചെയ്യാനായിട്ട് പോണ? അവള് പാവല്ലേ, അവള് നന്നായി പഠിക്കൂട്ടാ. ഇവൻ പഠിപ്പിൽ ഇത്തിരി ബാക്കിലാണെങ്കിലും വീട്ടിലത്തെ കാര്യങ്ങൾ വീട്ടുപണിക്കൊക്കെ അവനെ ബെസ്റ്റാ. നന്നായി പണിയൊക്കെ എടുക്കും. പക്ഷെ പഠിക്കില്ല, പഠിക്കാൻ ഭയങ്കര കുറവാണ്. പഠിക്കാൻ ഭയങ്കര മടിയാണ് ഇവന്. ചെയ്യും. ഈ പൊണ്ണത്തടി വെച്ചിട്ട് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിൽ അവനെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ പഠിക്കാനായിട്ട് പറഞ്ഞാൽ അവന് ഉറക്കം വരലായി, വിശപ്പായി, വയറിളക്കായി, ഛർദിയായി, തലവേദനയായി, തൊണ്ടവേദനയായി, അവൻ്റെ പൊന്നെയായി, ഒന്നും പറയണ്ട. പക്ഷെ ഇവള് പഠിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പഠിക്കണം എന്നുള്ളൊരു ചിന്താഗതി ഉള്ളൊരു കൂട്ടത്തിലാണ് ആള്. അവളെന്തെങ്കിലും പണി പറഞ്ഞാ അപ്പൊ പോവും. എനിക്ക് പഠിക്കാണ്ട്, ഞാൻ പഠിക്കട്ടെ, പോയി കുറേ പഠിക്കാണ്ട് പക്ഷെ പഠിക്കൂട്ടെ. എൻ്റെ മോൾ നന്നായിട്ട് പഠിക്കണോക്കെയാണേ. ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ചക്ക ഇങ്ങനെ ചുളപ്പൊളച്ചിടുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ അത് വേറെ ഓരോന്നോരോന്നായിട്ട് അമ്മ കടിക്കും, കുരി കളയും, മോൾക്ക് കൊടുക്കും. ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, എനിക്കില്ല. ഞങ്ങള് നൂലപ്പം കഴിച്ചിട്ടിരിക്കണതാ. നൂലപ്പം ഗ്രീൻ പീസ് കറി ആയിരുന്നു രാവിലെ. നൂലപ്പം പക്ഷെ വാങ്ങിക്കണതാട്ടാ. വെള്ളയപ്പം നൂലപ്പൊക്കെ ഞങ്ങൾ വാങ്ങിക്കില്ല, കടയിലേക്ക് വേണ്ടിട്ട് മേടിക്കണതാ. കറി ഞങ്ങളിവിടെ ഉണ്ടാക്കും. കടലക്കറി, ഗ്രീൻ പീസ് കറി, സാമ്പാർ, ദോശയ്ക്ക് സാമ്പാർ, ചട്നി, അതൊക്കെ ഞങ്ങളിവിടെ ഉണ്ടാക്കും.
വിചാരിച്ചു പക്ഷെ ഇന്നലെ സമയം പക്ഷെ ഇന്നലെ മുറിക്കാൻ നന്നായില്ലേ പകട്ടെ ഇന്നത്തേക്ക് ഞാൻ എനിക്കിന്ന് രാവിലെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ചക്ക പഴുത്തിട്ടുണ്ടോ എന്ന് തോന്നി. ഞാൻ ഈ ചക്ക പൊരിക്ക അങ്ങനെ ആരും ചക്ക പൊരിക്കില്ല തോന്നുന്നു. പക്ഷെ തോന്നുന്നുണ്ട് കേട്ടോ ചിലർക്കൊക്കെ അറിയാം. ഈ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കണ മാവിലാണ് ചക്ക പൊരിക്കുക ഞങ്ങൾ. അതിലേക്ക് മിക്സ് ചെയ്യണം മാവിലേക്ക്. അത് മൈദയും മഞ്ഞപ്പൊടിയും ഉപ്പും പഞ്ചസാരയും ലേശം അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പഴംപൊരിക്ക് കലക്കല്. അതിൽ നമ്മുടെ പഴംപൊരിക്ക് പകരം ചക്ക മുറിച്ചിട്ട് കുരു കളഞ്ഞിട്ട് ചക്കച്ചോള മുറിച്ച് കുരു കളഞ്ഞ് നമ്മൾ നല്ല എണ്ണയിൽ ഇട്ടിട്ട് ഓയിൽ നല്ല ടേസ്റ്റ് ആട്ടാ. ഇവരാരും എന്നെ സഹായിക്കുന്നില്ല ഗൈസ്. ഞാൻ ഒറ്റയ്ക്കാണ് ചക്ക പറിച്ചപ്പോട്ട് ഇവരെല്ലാവരും നോക്കിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ ചക്ക പൊരിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇനി അതെ ചക്ക ഇപ്പോൾ പീസ് പീസാക്കി ഇങ്ങനെ ഇങ്ങനെ ചക്കച്ചോളാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഞങ്ങളൊരു കുറച്ചെടുത്തിട്ട് പൊരിക്കും. ഞാൻ പൊരിക്കണതിൻ്റെ വീഡിയോ എടുക്കാട്ടാ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ എല്ലാവർക്കും ബൈ. ടാറ്റാ ബൈ ബൈ സി യു. താങ്ക് യു. ടാറ്റാ ബൈ ബൈ സി യു. ഒരു ബൈ പറഞ്ഞ കുഞ്ഞാ നോക്കിയിട്ട് പറ വീഡിയോ. ടാറ്റാ ബൈ ബൈ സി യു പറഞ്ഞ. സി യു പറയടാ.